പുള്ളിക്കാരത്തെ ഒരു വോയിസ് ആരുടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്താണെങ്കിലും ആദ്യം ആ വോയിസ് ഒന്ന് വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് പരിമലയില ട്രീറ്റ്മെന്റിന് ചേർത്തെ. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യും. അപ്പൊ അന്ന് ചെയ്യുന്ന പരിമല ഹോസ്പിറ്റലില്ലേ, പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉണ്ട്, പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ എനിക്കറിയാൻ പറ്റിയിട്ട് ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടേക്ക് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവം അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേദിവസമായിരുന്നു പേടിക്കാൻ. ഇപ്പൊ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ഭയങ്കര ഒരു വിവാദമാണ് രേണു സുധിയുടെ അസുഖത്തെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം. അതായത് ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നവർക്കൊക്കെ എന്താണ്, അവരാണ് അതിന് ചികിത്സിക്കാനുള്ള കാശ് കൊടുക്കുന്നത്. അതൊക്കെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഒരു അസുഖം വെച്ചിട്ട് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവളുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയെ വെച്ച് സ്വന്തം കുടുംബത്തിന് ഇൻകം ഉണ്ടാക്കി വൈറൽ വീർപ്പിക്കുന്ന കുറെ വ്ളോഗർമാരും കുറെ വ്ളോഗർത്തികളും ഉണ്ട്. അവളോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് നിങ്ങളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ റവന്യൂ തിരുമുടിയമോ അല്ലല്ലോ, കുറേ കാലം കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു പങ്ക് അവർക്ക് ചികിത്സയ്ക്കായിട്ട് കൊടുക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പം ആ കിട്ടിയ അവർക്കെതിരെ ചെയ്ത് ആ ഒരു ഇങ്ങനെ ഉള്ളൊരു പേഷ്യന്റിനെ വിറ്റ് തിന്നതിന്റെ ആ ഒരു പാവം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതിനെത്ര പേര് തയ്യാറാവും? പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ റവന്യൂ 1% കൊടുത്താൽ മതി. അത്രത്തോളം കിട്ടിയിട്ടല്ല. അങ്ങനെ ഒരു ഇതുണ്ടെന്ന് രേണു സുധി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ ഇതിനെക്കാട്ടി എമ്പലുള്ള കാര്യങ്ങൾ എന്നെ കുറിച്ച് പരത്തിക്കൊണ്ട് നടക്കുന്നു. അപ്പൊ പിന്നെ ഇതൊക്കെ എന്ത് നിസ്സാരം. പക്ഷെ എനിക്കതിന് അത്ഭുതമുള്ളതും ഒരു നന്ദി പറയാനുള്ളതും, രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ഈ ഒരു രോഗമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തോ ഭാഗ്യം HIV എന്ന് പറയാത്തത്. അതിന് ഒരു നന്മയുണ്ട്, മനസ്സിലായ? അതിന് ഒരു നന്മയുണ്ട്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട്. അവർക്കായിട്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു വിവരത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചിലർക്ക് റിപ്ലൈ തന്നിട്ടില്ല, ചിലർക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. കാരണം അത് ജെനുവിൻ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ എനിക്കറിയാവുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് അല്ലെങ്കിൽ അത് ബാധിക്കപ്പെട്ട ഒരാൾ അവന്റെ അസുഖം ഉണ്ടെങ്കിൽ എന്തിനു ഹൈഡ് ചെയ്യണം? അല്ല, ആവശ്യമില്ലല്ലോ. അവർക്ക് പൊങ്ങ് പറഞ്ഞാൽ പോരെ എനിക്കൊരു അസുഖം ഉണ്ടെന്ന്. അതില്ലാത്ത ഒരാളെ ഉണ്ടാക്കിച്ച് അത് പറയിപ്പിക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്തിനാണ്? അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് അത് അവളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനോടോ ബാക്കിയുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ തന്നെ അത് പുറത്ത് പറയും. അപ്പൊ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്നോട് ചോദിച്ചവരെടുത്ത് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്. അത് എനിക്കല്ല പറയാനുള്ളത്, രേണു സുധിക്ക് തന്നെയാണ് പറയാനുള്ളത്. അതെന്താണെന്ന് അവന്ന് ഇവിടുന്ന് കേൾപ്പിക്കാം. സോഷ്യൽ മീഡിയ പറ്റി പുതിയ വിവാദമാണ്. എനിക്ക് ക്യാൻസർ ആണ്. അതേ സംബന്ധിച്ച് ഒരുപാട് ദിവസം പല കമന്റുകളൊക്കെ വരുന്നുണ്ട്. പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിന് മുന്നേ അറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവിട്ട് എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്നേഹിക്കുന്നവരെ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അത് പറയും. എനിക്കിതേ ഇപ്പൊ പറയാം. എനിക്കെതിരെ ഞാൻ പറഞ്ഞു, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം എന്തായാലും നമുക്ക് ഒരൊറ്റ പ്രാർത്ഥന ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മളൊക്കെ നല്ല മനസ്സിലുള്ളവരാണ്. നമ്മൾ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ നോക്കുന്നത് ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരില്ല. എല്ലാവരും മനസ്സിൽ നമ്മൾ എല്ലാവരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇത് ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നമുക്കെന്ന് പറയാനുണ്ട്.